ഹായ് ഓൾ. ഇന്ന് നിഫ്റ്റി നല്ലൊരു വോൾട്ടാലിറ്റി ഉണ്ടായിരുന്നു അല്ലേ? കാരണം മാർക്കറ്റ് താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിരുന്നു. പക്ഷേ കൃത്യമായി ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല പല മൂവ്മെന്റുകളും. നമ്മൾ ചെറിയ സ്കാൽപ്പിംഗ് ടൈപ്പിലുള്ള ട്രേഡുകളാണ് ഇന്ന് എടുത്തത്. രണ്ട് ട്രേഡാണ് എടുത്ത്, രണ്ട് പ്രോഫിറ്റിലാണ്, പക്ഷേ ചെറിയ പ്രോഫിറ്റിൽ ഇറങ്ങിയത് രണ്ടും. കാരണം നിഫ്റ്റിയുടെ മൂവ്മെന്റ് ഭയങ്കര മൂവ്മെന്റ് ആയതുകൊണ്ട് അത് കൃത്യമായിട്ട് അത് പ്രെഡിക്റ്റ് ചെയ്യാനോ കൃത്യമായിട്ട് അത് ഉപയോഗിക്കാനോ പറ്റിയിട്ടില്ല ഇന്നത്തെ ലെവല്. എങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ചെറിയ പ്രോഫിറ്റിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന്. എക്സ്പയറി ആയതുകൊണ്ട് ചെറിയ റിസ്ക്കിലാണ് നമ്മൾ ട്രേഡ് ചെയ്തതും. ഓക്കെ, നാളെ നമ്മൾ പ്രധാനപ്പെട്ട ലെവലുകളായിട്ട് എടുക്കുന്നത് 25,900 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്, 26,000 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. 25,900 ബ്രേക്ക് ചെയ്താൽ നമുക്ക് മുകളിലേക്ക് ഒരു ട്രേഡ് നോക്കാവുന്നതാണ്. പിന്നെ 25,800 ബ്രേക്ക് ചെയ്താൽ ഡൗൺ സൈഡിലേക്കും ഒരു ട്രേഡ് നോക്കും. ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് ലെവലുകൾ. 25,800 25,900 നിഫ്റ്റിയിൽ നോക്കുന്നത്. പിന്നെ അതിൻ്റെ താഴത്തിലൊരു സപ്പോർട്ടായിട്ട് വരുന്നത് 25,600 25,600 അതിന് താഴത്തൊരു സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. 25,600 മുതൽ 25,580 ആ റേഞ്ച് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിലൊരു റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 26,100. അപ്പോൾ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് പറഞ്ഞാൽ 25,900, 26,000, 26,100. സപ്പോർട്ടായിട്ട് വരുന്നത് 25,800, 25,600 ആ റേഞ്ചാണ് സപ്പോർട്ടായിട്ട് വരുന്നത്. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നാളത്തെ ട്രേഡ് നിഫ്റ്റിയിൽ എടുക്കാവുന്നതാണ്. പിന്നെ നമുക്കൊന്ന് ബാങ്ക് നിഫ്റ്റിയിലൊന്ന് നോക്കാം. ഇന്നലെ പറഞ്ഞ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞ ലെവലുകൾ വളരെ കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല. രാവിലെ തന്നെ വലിയൊരു നിഫ്റ്റി പോലെ അത്ര വോൾട്ടൈൽ ആയിരുന്നില്ല ബാങ്ക് നിഫ്റ്റി. അതുകൊണ്ട് കൃത്യമായ ഒരു മൂവ്മെന്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു. നമ്മളെ റെസിസ്റ്റൻസ് സപ്പോർട്ട് കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ 58,900 തന്നെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആവുകയും ചെയ്തു. അവിടെ തന്നെ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം കൃത്യമായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി. കൃത്യമായിട്ട് നമ്മൾ ഓരോ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് വരെ ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാരണം നമുക്ക് മനസ്സിലാവുന്നതാണ്. ഏകദേശം ഒരു ഈ ക്യാൻഡിലൊക്കെ ഉണ്ട്, നമ്മൾ 10:35 ക്യാൻഡിലൊക്കെ കൃത്യമായിട്ട് നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ട് ബാങ്ക് നിഫ്റ്റി മുകളിലേക്കാണെന്നുള്ളത്. ആ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടി. ഞാനിന്ന് ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് എടുത്തത്. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം ചെറിയ പ്രോഫിറ്റിൽ ഇറങ്ങിയത്. ഓക്കെ, നിഫ്റ്റിയിൽ ചെറിയ സ്ക്രാപ്പിംഗ് ട്രേഡുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം ഒന്നാമത് നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു നിഫ്റ്റിയിൽ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരുന്നു അത്. പിന്നെ നാളത്തെ ലെവലുകളാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ളതെങ്കിൽ 59,000 ഒരു ലെവൽ, 59,000 ഒരു ലെവലായിട്ട് എടുക്കാം. ഇന്നലത്തെ പോലെ തന്നെ 58,900 ഒരു ലെവലായിട്ട് എടുക്കാം. പിന്നെ ഇന്നത്തെ അതേപോലെ തന്നെ 59,400 350 ആ ഒരു ലെവലും നമുക്ക് ഇതേ ലെവൽ തന്നെ നമുക്ക് എടുക്കാവുന്ന നാളത്തേക്ക്. കാരണം വലിയൊരു മാറ്റങ്ങളൊന്നും നമ്മളെ സപ്പോർട്ടർ റെസിസ്റ്റൻസ് നാളത്തേക്കും ഇല്ല. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള 59,500 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് 59,500, 59,350. പിന്നെ താഴത്തെ സപ്പോർട്ടായിട്ട് വരുന്ന 59,000, അതിന് താഴത്തെ ഒരു ഇതായിട്ട് വരുന്ന 58,900. ഇത്രയാണ് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കി നാളെ ട്രേഡ് എടുക്കാം. എന്തെങ്കിലും മാറ്റങ്ങളുണ്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത്. ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്തുകൊണ്ട് നിഫ്റ്റിയിൽ അങ്ങനെ പെട്ടെന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയ ഡാറ്റാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊന്നും അപ്ഡേറ്റ് ചെയ്യാതിരുന്നത്. ഓക്കെ, നാളെ എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.